back to our English. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വേർബ്സിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനായ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് ആൻഡ് ലിങ്കിങ് വേർബ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് നോക്കാം. എ വേർബ് ദാറ്റ് റിക്വയർസ് an object to complete its meaning is called transitive verb. ഒബ്ജക്റ്റ് ഉള്ള ഒരു വേർബിനെയാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ജോർജ് പാക്ക് ദ ബാഗ്. നമുക്കറിയാം ഒരു സെൻറ്റൻസിലെ ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? ജോർജ്. ജോർജ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി ഇവിടുത്തെ വേർബ് ഏതാണ്? ഇവിടുത്തെ ആക്ഷൻ എന്താണ്? പാക്ഡ്. പാക്ക് ചെയ്യുകയാണല്ലേ. അപ്പോൾ പാക്ഡ് ആണ് ഇവിടുത്തെ വേർബ്. നെക്സ്റ്റ്, ഇനി ഈ സബ്ജക്റ്റ് എന്താണ് പാക്ക് ചെയ്യുന്നത്? വാട്ട് ജോർജ് പാക്ഡ്. എന്താണ് പാക്ക് ചെയ്യുന്നത്? ദ ബാഗ്. സോ ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്? ദ ബാഗ്. ഇനി എങ്ങനെയാണ് ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആസ്ക് വാട്ട് ഓർ ഹൂം ടു ദ വേർബ്. ആ സെൻറ്റൻസിലെ വേർബിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്താൽ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടും. ലുക്ക് അറ്റ് ദി സെൻറ്റൻസ്. ജോർജ് പാക്ഡ് ദ ബാഗ്. നമുക്കറിയാം ഇതിലെ വേർബ് പാക്ഡ് ആണ്. അപ്പോൾ പാക്ഡിൻ്റെ കൂടെ നമ്മൾ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്താലോ? പാക്ഡ് വാട്ട്. ജോർജ് പാക്ഡ് വാട്ട്. എന്താണ് പാക്ക് ചെയ്തത്? ദ ബാഗ്. സോ ദ ബാഗ് ഇസ് ദ ഓബ്ജക്റ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ. മൈ മദർ ലവ്സ് മീ. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? മൈ മദർ. അതുപോലെ വേർബ് ഏതാണ്? ലവ്സ്. അപ്പോൾ ആ വേർബിൻ്റെ കൂടെ നമ്മൾ വാട്ട് അല്ലെങ്കിൽ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യണം അല്ലേ. മൈ മദർ ലവ്സ് വാട്ട്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് മൈ മദർ ലവ്സ് ഹൂം. അമ്മ ആരെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. മീ. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? മീ, അതായത് എന്നെ. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്തത്. ലെറ്റ് us ഡു സം മോർ ക്വസ്റ്റ്യൻസ്. ഐ റോട്ട് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതി. സോ ഇവിടുത്തെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വേർബിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുക. ഇവിടുത്തെ വേർബ് ഏതാണ്? റോട്ട്. വാട്ട് ഐ റോട്ട്. ഞാൻ എന്താണ് എഴുതിയത്? എ ലെറ്റർ. സോ വേർബിൻ്റെ കൂടെ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്തപ്പോൾ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി. നെക്സ്റ്റ് വൺ. ഹി ഹെൽപ്സ് ദ പുവർ. സോ ഇവിടുത്തെ വേർബ് ഏതാണ്? ഹെൽപ്സ്. അപ്പോൾ ഹെൽപ്സിൻ്റെ കൂടെ വാട്ട് അല്ലെങ്കിൽ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുക. ഹെൽപ്സ് വാട്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല. സോ നമുക്ക് ഹെൽപ്സ് ഹൂം എന്ന് ചോദിക്കാം. ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? ഹെൽപ്സ് ദ പുവർ. സോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? ദ പുവർ. She cleaned the room. What is the verb? Cleaned. So ask the question what or whom to the verb. Here we can ask the question what. What she cleaned. Cleaned what? Yes, the room. So here the room is the object. My mother cooked pizza. What my mother cooked? Pizza. So ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? പിസ്സ. നെക്സ്റ്റ് വൺ. അനു കോൾഡ് മനു. ഇവിടുത്തെ വേർബ് ഏതാണ്? കോൾഡ്. സോ കോൾഡിൻ്റെ കൂടെ വാട്ട് അല്ലെങ്കിൽ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുക. കോൾഡ് ഹൂം. അനു കോൾഡ് ഹൂം? മനു. സോ ഹിയർ മനു ഇസ് ദ ഓബ്ജക്റ്റ്. ദ ഹണ്ടർ കിൽഡ് ദ ലയൺ. ദ ഹണ്ടർ കിൽഡ് വാട്ട് ഓർ ദ ഹണ്ടർ കിൽഡ് ഹൂം? ദ lion. Lion is the object. The police caught the thief. പോലീസ് ആരെയാണ് പിടിച്ചത്? The thief. കള്ളനെ അല്ലേ. So here the object is the thief. He repaired the car. What he repaired? എന്താണ് റിപ്പയർ ചെയ്തത്? The car. So here the car is the object. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ സെൻറ്റൻസിലും എന്തുണ്ട്? ഓബ്ജക്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഓബ്ജക്റ്റ് ഉള്ള വേർബിനെയാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ലെറ്റ് us move on to ഇൻട്രാൻസിറ്റീവ് വേർബ്. എന്താണ് ഇൻട്രാൻസിറ്റീവ് വേർബ്? നമുക്കറിയാം ഒബ്ജക്റ്റ് ഉള്ളത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇല്ലാത്തത് എന്താണ്? ഇൻട്രാൻസിറ്റീവ്.
A verb that does not require an object to complete its meaning. Let us do some example. The girl smiled. The verb ഏതാണ്? Smiled. സ്മൈൽഡിൻ്റെ കൂടെ വാട്ട് അല്ലെങ്കിൽ ഹോം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. So smiled is an intransitive verb. Next one. He kneeled to pray. Here also no object. So kneeled is an intransitive verb. The bird flew away. He runs fast. She sings sweetly. ഈ വേർബ്സിനൊന്നും object ഇല്ല. So these verbs are intransitive. Next one, linking verbs. Linking verbs are also called incomplete verbs or verbs of incomplete predication. What is a linking verb? Linking verb gives additional information about the subject. And also linking verbs do not express action. Linking verbs എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് തരുന്ന വേർബാണ്. ആ അഡീഷണൽ ഇൻഫർമേഷൻസ് തരുന്ന വേർഡ്സ് ആണ് കോംപ്ലിമെൻറ്റ്സ്. ലിങ്കിങ് വേർബ്സ് ഒരു ആക്ഷൻ വേർഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ഡോക്ടർ. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷനാണ് എന്താ? ഡോക്ടർ. സോ ഹിയർ doctor is a complement. Next example, the soup tastes good. ഇവിടുത്തെ സബ്ജക്റ്റ് ദ സൂപ്പ്. അപ്പോൾ ആ സൂപ്പിൻ്റെ എന്താണ് ആ ഒരു ടേസ്റ്റ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ഏതാണ്? ഗുഡ്. എല്ലാ വേർബ്സും ലിങ്ക് വേർബ്സ് അല്ല. ഇനി നമുക്ക് ഏതൊക്കെയാണ് ലിങ്ക് വേർബ്സ് എന്ന് നോക്കാം. മോസ്റ്റ് കോമൺ ലിങ്ക് വേർബ്സ് ആർ ദ ഫോംസ് ഓഫ് ബി. ഏതൊക്കെയാണ് ബിയുടെ ഫോംസ്? ആം, ഈസ്, ആർ, വാസ്, വെയർ, ബീയിങ്, ബീൻ. Other verbs like appear, seen, seem, become. So ഒരു സെൻറ്റൻസിൽ ഈ വേർബ്സ് ആണെങ്കിൽ അത് ലിങ്കിങ് വേർബ്സ് ആണ്. ആൻഡ് ഓൾസോ സംടൈംസ് വി യൂസ് അതർ ലിങ്ക് വേർബ്സ് ലൈക്ക് ഫീൽ, ഗ്രോ, ലുക്ക്, ടേസ്റ്റ്, സ്മെൽ, സൗണ്ട്, ടേൺ, പ്രൂവ്, കം, ഗോ, fall, keep. Most of the times these verbs are linking verbs, but sometimes it may be transitive or intransitive. മിക്കവാറും ഈ വേർബ്സ് ലിങ്കിങ് വേർബ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അത് ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. ലെറ്റ് us ഡു സം എക്സാമ്പിൾ. ഷീ ഈസ് എ ടീച്ചർ. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഷീ. ഇവിടുത്തെ ലിങ്കിങ് വേർബ് ഈസ്. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ അഡീഷണൽ ഇൻഫോർമേഷനാണ് എന്ത്? ടീച്ചർ. സോ ടീച്ചർ ഈസ് എ കോംപ്ലിമെൻറ്റ്. ഗ്യാസ് ആൻഡ് കോൾസ് ആർ ഫ്യൂവൽസ്. The story sounds interesting. The dog looks dangerous. He became a scientist. He seems tired. അപ്പോൾ ഇവിടുത്തെ വേർബ്സ് എല്ലാം ലിങ്കിങ് വേർബ്സ് ആണ്. അതുപോലെ ഈ ലിങ്കിങ് വേർബ്സ് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? കോംപ്ലിമെൻറ്റ്. സബ്ജക്റ്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷനാണ് കോംപ്ലിമെൻറ്റ്. എല്ലാവർക്കും ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് ആൻഡ് ലിങ്കിങ് വേർബ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ടോപ്പിക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.